യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്കൊരു എല്ലാവരും എണീറ്റിക്കുക, ഈശ്വര പ്രാർത്ഥന. ഈ യോഗത്തിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ സൗഹൃദ കേരളം സംഘടനയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ നഹാസ് വിഴിഞ്ഞം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. സ്നേഹമുള്ള സഹപ്രവർത്തകരെ, നല്ലവരായ സുഹൃത്തുക്കളെ, കുട്ടികളെ, നമ്മൾ ഇന്ന് രാവിലെ മുതൽ 10 മണി മുതൽ ഇവിടെ തുടങ്ങിയ ഒരു സൗഹൃദ കേരളം കൂട്ടായ്മയുടെ പരിപാടിയാണ് ഇപ്പോൾ ഉദ്ഘാടനത്തിൽ അവസാനിച്ച് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കർത്തവ്യത്തിലേക്ക് തുടങ്ങുകയാണ്. കാരണം ഇനി ഒരുപാട് പാട്ടുകളൊക്കെ നിങ്ങൾ കേൾക്കാനുള്ളവരാണ്. അതുപോലെ സാറിനും അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രയും വേഗം ഈ ഉദ്ഘാടന ചടങ്ങ് അവസാനിപ്പിക്കുക. അതുപോലെ സമ്മാനദാനങ്ങൾ നൽകേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച്, നമ്മുടെ സൗഹൃദ കേരളത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ തിരുവല്ലം CA പ്രദീപ് J സാറിന് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഇവിടെ എത്താമെന്ന് പറഞ്ഞ പൂന്തറ അബ്ദുൽ ഹക്കീമിന് സ്വാഗതം പറയുന്നു. അതുപോലെ നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഹനീഫാക്കും സ്വാഗതം. പിന്നെ എടുത്തു പറയുന്നില്ല, ഇതിനകത്തുള്ള എല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇവിടെ കൂടിയ എല്ലാ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാർക്കും മറ്റുള്ള മെമ്പർമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹനീഫാക്കായി ക്ഷണിക്കും. ഏറെ പ്രിയമുള്ള സൗഹൃദ കേരളം കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ സഹോദരങ്ങളെ, നമ്മളിന്ന് ഇവിടെ എല്ലാവരും പെട്ടെന്ന് ഒരു കുടുംബസംഗമം നടത്തണമെന്നുള്ള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അറിയിപ്പനുസരിച്ച് നമ്മളിവിടെ കൂടുകയുണ്ട്. നമ്മളിതിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ പെട്ടെന്നാണ് നമ്മളെ ഇങ്ങനെ ഒരു പരിപാടി തയ്യാറാക്കിയതെങ്കിൽ പോലും നമ്മുടെ പൂന്തറ പ്രദേശത്ത് നമ്മുടെ ഒക്കെ നിയമപാലകരായിട്ട് വന്ന് ഒരുപാട് വ്യക്തിത്വങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രദീപ് സാർ. അദ്ദേഹം നമുക്ക് പൂന്തറയുടെ പ്രദേശത്ത് വളരെ നല്ല സഹകരണ മനോഭാവവും എല്ലാ ആളുകളെയും നല്ല നിലയിൽ കാണുകയും എന്നാൽ ഇടപെടേണ്ട കാര്യങ്ങളിൽ കൃത്യനിഷ്ഠയോടുകൂടി ഇടപെടൽ നടത്തുകയും ചെയ്ത് തിരിച്ച് നമ്മുടെ ഇലക്ഷൻ പ്രമാണിച്ച് അദ്ദേഹം അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി തിരിച്ച് വീണ്ടും പൂന്തറയിൽ വരുമെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചതാണെങ്കിൽ പോലും അദ്ദേഹത്തിനെ നമുക്ക് തൊട്ടടുത്തുള്ള പ്രദേശമായ തിരുവല്ലം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അദ്ദേഹം ഞങ്ങൾ ഈ പ്രോഗ്രാം ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വാക്ക് പോലും എതിര് പറഞ്ഞില്ല. അദ്ദേഹം ആയിക്കോട്ടെ, ഇത്തിരി തിരക്കുണ്ട്, കാരണം ഇപ്പൊ വെട്ടുകാട് പള്ളിയിൽ ഉറൂസാണ്, അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു കുടുംബത്തിന്റെ പരിപാടി എന്ന് പറയുമ്പോൾ എന്നെ പോലുള്ള ആളുകൾ മാറി നിൽക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ എത്തും. എന്നാലും ഒരു 3-4 സ്റ്റേഷന്റെ പരിധി കഴിഞ്ഞിട്ടാണ്. എന്നാലും എനിക്ക് എത്തുന്നതിനൊരു പരിമിതി ഉണ്ടെങ്കിൽ അത് തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ എത്താൻ ശ്രമിക്കുമെന്ന് നമുക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താൻ മനസ്സ് കാണിച്ച അദ്ദേഹത്തെ സൗഹൃദ കേരളം കുടുംബം ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നമ്മുടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന നമ്മുടെ അബ്ദുൽ ഹക്കീം പൂന്തറ എന്ന് പറയും. കാര്യം രാഷ്ട്രീയ മത വിഭാഗീയതയില്ലാതെ എല്ലാ വിഭാഗം ആളുകളിലും വളരെ ഇടപെടൽ നടത്തുകയും സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ അദ്ദേഹത്തെ ഇവിടെ ആദരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും, കാര്യം ഇതൊരു നീട്ടിക്കൊണ്ടു പോയി സമയം മെനക്കെടുത്തിക്കുന്നില്ല. കാര്യം എല്ലാവരും നമ്മുടെ ഇതിനകത്തിരിക്കുന്ന സെക്രട്ടറി ആയാലും അതുപോലെ തന്നെ ഷിജു,
അതുപോലെ തന്നെ നമ്മുടെ ബിന്ദു സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹിയാണ് നമ്മളെ മാജിദ ബീഗം. അതുപോലെ തന്നെ നമ്മുടെ മാഹിൻ, പിന്നെ ഷമീർ അടക്കം, സമീർ അടക്കം, പിന്നെ രവി അടക്കം, നിസാം അടക്കം, ഇതിനകത്ത് പേര് പറഞ്ഞ മുഴുവൻ അംഗങ്ങളും നമ്മുടെ അംഗങ്ങൾ. നമ്മൾ ഒരുപാട് പേരെ ഒന്നും ചേർത്ത് ഒരു വലിയ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു കൂട്ടായ്മയൊന്നുമല്ല. നമ്മൾ സൗഹൃദം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്. കാര്യം ഒരുപാട് പ്രതിസന്ധികൾ കാലഘട്ടങ്ങളിൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മേഖല. ആ മേഖലകളിൽ കൃത്യനിഷ്ഠയോടുകൂടി ഈ സൗഹൃദ കേരളത്തിനകത്തുള്ള ആളുകൾ ഇത്തിരി വൈകിയാണ് മൊബൈൽ ഫോണിൽ ഇരുന്നാലും അവരെ ഒന്നും പറയരുതേ എന്നുകൂടി മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കുടുംബത്തിനെ ഒന്നിച്ച് ഒരു വേദിയിൽ കൊണ്ടുവന്ന് ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതൊരു വലിയ കപ്പലാണ്. ഞാനത് നേരത്തെ നിങ്ങൾക്കെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഈ കപ്പൽ ഉള്ളിൽ കിടക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഈ ജില്ലാ കൂട്ടായ്മയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ചെറിയ തോണിയാണ്. ഇതിനകത്ത് അത്യാവശ്യം കയറാൻ കൊള്ളാവുന്ന ആളുകളെ കയറ്റിയിരുത്തി നമ്മൾ ആ കപ്പലിലോട്ട് യാത്ര ചെയ്യുകയാണ്. അതിന്റെ ഫസ്റ്റ് തുടക്കം ഇവിടെ നിന്നാണ്. ഞങ്ങൾ 1 വർഷമായി അതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളെ കൂടി ആ കപ്പലിൽ എത്തിക്കണം. അവിടെ ഒരുപാട് നല്ല മനസ്കരായിട്ടുള്ള ആളുകളുണ്ട്, വളരെ നല്ല ഇടപെടലുകൾ നടത്തുന്നവരുണ്ട്. ഞങ്ങൾക്ക് ചാരിറ്റി പ്രവർത്തനമുണ്ട്. രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരടക്കം, റിട്ടയർഡ് ഉദ്യോഗസ്ഥരടക്കം, കലാകായകരടക്കമുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ എല്ലാം ഞങ്ങൾ ആ കപ്പലിനകത്തുണ്ട്. ഇവിടെ അവരൊന്നുമില്ല. ആ കപ്പലിലോട്ട് നിങ്ങളെല്ലാം കൊണ്ടെത്തിക്കുക. അതിന് അനുയോജ്യരായിട്ടുള്ളവരെ മാത്രമേ കൊണ്ടെത്തിക്കൂ. കാര്യം എന്താ പറയാ, ഈ അനുയോജ്യരല്ലാത്തവരൊക്കെ വഴിയിൽ വെള്ളത്തിൽ വീഴും. അപ്പൊ അങ്ങനെ വീഴുന്നവരെ ഒഴിവാക്കിയിട്ട് കൊള്ളാവുന്നവരെ എത്തിക്കുക എന്നുള്ള ഒരൊറ്റ മനോഭാവത്തോടു കൂടിയാണ് ഇതിനകത്തൊരു അഭിപ്രായ വ്യത്യാസവും കുടുംബത്തിനകത്ത് ഉണ്ടാകാതെ ഇരിക്കാനും കൂടിയിട്ടാണ് നമ്മൾ ഈ സൗഹൃദ കേരള കുടുംബ സംഗമം എന്നുള്ള നിലയിൽ ഈ ഇതിനകത്ത് സ്ത്രീകളെയും അവരുടെ ഭർത്താക്കന്മാരെയും മക്കളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ബോധവൽക്കരണ ഒരു സംഗമമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് തുടക്കം കുറിക്കുക. ഇതിന്റെ അവസാനം ജനുവരി ലാസ്റ്റിൽ അല്ലെങ്കിൽ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, ഫസ്റ്റിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ ഞങ്ങൾ ആലപ്പുഴയിലോ അല്ലെങ്കിൽ കാസർഗോഡ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങളുടെ ഇത് ഒരു വാർഷിക സംഗമം നടക്കും. അപ്പോൾ അതിലെല്ലാം നമ്മൾ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഒരുപാട് പുലികളുണ്ട്. ആ പുലികളെയൊക്കെ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങളെല്ലാം ആ യാത്ര ചെയ്ത് അവിടെ എത്തണം. അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്ത് രാവിലെ മുതൽ കൃത്യനിഷ്ഠയോടുകൂടി വന്നിരുന്ന് ഞങ്ങളെ ഈ പരിപാടിയിൽ നല്ല രീതിയിൽ സഹകരിച്ച എൻ്റെ മുഴുവൻ അംഗങ്ങൾക്കും ഞാൻ ഒരു നന്ദി അറിയിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കൂടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രദീപ് സാർ, അതുപോലെ തന്നെ നമ്മുടെ ഹക്കീം പൂന്തറ അബ്ദുൽ ഹക്കീം, അദ്ദേഹം ഒരല്പം വൈകിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരുപാട് സാംസ്കാരിക മേഖലയിൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. ഇതിന്റെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ തിരുവല്ലം സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ പ്രദീപ് സാർ അവർകളെ ഹാദരപൂർവ്വം ക്ഷണിച്ചു. ഏറെ ബഹുമാനമുള്ള ഹനീഫ, വേദിയിലുള്ള ഹക്കീം, മറ്റ് വേദിയിലുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സദസ്യരെ, സത്യത്തിൽ നിങ്ങളുടെ ആ ഒരു സൗഹൃദ അന്തരീക്ഷം പെട്ടെന്നൊരു ഫോർമൽ രീതിയിലോട്ട് മാറുന്നതിനാണ് ഞാൻ ഇടയാക്കിയത്. നിങ്ങൾ വളരെ ഡാൻസും പാട്ടും കളികളും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെ ആ ഒരു സൗഹൃദ കേരളം എന്നുള്ള വാക്ക് അന്വർത്ഥമാക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് പെട്ടെന്ന് ഈശ്വര പ്രാർത്ഥന, സ്വാഗതം, അധ്യക്ഷ പ്രസംഗം, അങ്ങനെ പെട്ടെന്ന് അതിൻ്റെ ആ വൈബങ്ങ് പോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ഒരു ഇത് അവസാനിപ്പിച്ച് ഞാൻ പെട്ടെന്ന് മടങ്ങാം. എനിക്കും ഡ്യൂട്ടിയുടെ ഒരു ഇതുള്ളത് കൊണ്ട് എന്നെ അതിനെ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ഹനീഫ 2 ദിവസം മുമ്പാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ പൊതുവെ ഞായറാഴ്ചകളിലൊക്കെ അവിടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുറച്ച് അവധി മൂടായതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഗാർഹിക പ്രശ്നങ്ങളും അല്ലാതുള്ള ആൻറ്റി സോഷ്യൽ പ്രശ്നങ്ങളും ഒക്കെ ചെറിയ രീതിയിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഉരുണ്ടുകൂടി വരുന്ന ഒരു സമയമാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. പിന്നെ പള്ളി പെരുന്നാളിൻ്റെ ഒരു ഡ്യൂട്ടിയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മടി പറഞ്ഞെങ്കിലും ഹനീഫ വീണ്ടും ഇതിൻ്റെ നിങ്ങളുടെ കൂട്ടായ്മയുടെ പ്രാധാന്യം വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടപ്പോൾ എനിക്കതിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ വീണ്ടും പറഞ്ഞു, സ്റ്റേഷൻ്റെ ബാക്കിൽ തന്നെ അഗ്രികൾച്ചർ കോളേജിൻ്റെ ബാക്കിലൂടെയുള്ള വഴിയെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിനങ്ങ് സമ്മതിച്ചു. പിന്നെയാണ് ആലോചിച്ചത്, ആ റോഡൊക്കെ ഇപ്പോൾ പാലം പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനങ്ങനെ ചുറ്റിക്കറങ്ങി ഗൂഗിളും ഒക്കെ ആശ്രയിച്ച് എന്നാലും പെട്ടെന്ന് എത്തി. എന്തായാലും വളരെ ഇവിടെ എത്തിയപ്പോൾ ഹനീഫ നേരത്തെ സൂചിപ്പിച്ചു, സാർ ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ഒരു അന്തരീക്ഷം ആ രീതിയിലുള്ള ഒരു ഇതാണ്, ഒരു നല്ല രസമുള്ള ഒരു മൂഡ് തരുന്ന ഒരു പ്ലേസാണ് എന്നൊക്കെ പറഞ്ഞു. കാരണം സത്യമായിട്ടും ആ രീതിയിൽ തന്നെ അനുഭവപ്പെടുന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിലൂടെ ഇനി ഒരുപാട് കാര്യങ്ങൾ, എന്തോ വലിയ കപ്പലിലേക്കുള്ള ആളുകളെയൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് ഹനീഫ പറയുന്ന അത് ആ ഒരു നല്ല ഒരു അനുഭവം എല്ലാവർക്കും ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഇതൊരു ചെറിയ കാര്യമല്ല. കേരളത്തിൻ്റെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ആളുകളെ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും വളരെ അഭിനന്ദനീയമാണ്. ഇന്നത്തെ കാലത്ത് കൂട്ടായ്മകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കുട്ടികളെ നമ്മളെപ്പോഴും കുറ്റം പറയുന്നു, മൊബൈൽ ഫോണിലൊക്കെ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കുട്ടികളെ കുറ്റം പറയുന്ന ഒരു കാലം. എന്നിട്ട് അതേ തെറ്റ് നമ്മൾ മാതാപിതാക്കൾ അവരുടെ ഫ്രണ്ടിലിരുന്ന് നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ നേരവും മൊബൈൽ ഫോണിൻ്റെ കീഴിലാണ്. എന്തിനും ഏതിനും മൊബൈൽ ഫോൺ, നമ്മൾ ഒരു ക്യൂ നിൽക്കാൻ പോലും മടിയാണ്. ഒരു എങ്ങനെയൊക്കെ ഓൺലൈനായിട്ട് ഇടപാടുകൾ ചെയ്യാം എന്നാലോചിച്ച് നമ്മൾ പൊതു സമൂഹത്തിലോട്ടുള്ള ഇടപെടലുകൾ തന്നെ കുറഞ്ഞു വരുന്നു. ഒരിടത്ത് തൊട്ടടുത്തുള്ള ഓഫീസുകളിൽ പോലും നേരിട്ട് പോയി ഒരു കാര്യം ചെയ്യാനും 2 മിനിറ്റ് നിൽക്കാനും ഒക്കെ നമുക്ക് മടിയാണ്. നമ്മൾ എങ്ങനെ തിരക്കില്ലാത്ത സമയത്ത് ആണ്, ഹോസ്പിറ്റൽ ആവശ്യമാണെങ്കിൽ പോലും എങ്ങനെ തിരക്കില്ലാത്ത സമയത്ത് പോകാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ആലോചന. നമുക്കെപ്പോഴും എല്ലാം നമുക്ക് ഭയങ്കര തിരക്കാണ്, നമ്മൾ സമയം കിട്ടാതെ ഇങ്ങനെ ഓടുകയാണ്. എന്നാൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനും മറ്റ് നമ്മുടേതായ പേഴ്സണൽ ആവശ്യങ്ങൾ നോക്കാനും ഒക്കെയുള്ള നമ്മുടെ സമയം നമ്മൾ മൊബൈൽ ഫോണിന് അടിമയായി അത് വിട്ടുകൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുമാറാനൊക്കെ ഉള്ള ഒരു പ്രേരണ ശക്തിയായിട്ട് ഇതുപോലുള്ള കൂട്ടായ്മകൾ ഉപകരിക്കും. അപ്പോൾ ആ രീതിയിൽ കുട്ടികളുടെ കലാവാസനകൾ വികസിക്കുന്ന പരിപാടികൾ, കുട്ടികളുടെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നതിലൂടെ അവരുടെ കലാവാസനകളും മറ്റ് ബൗദ്ധിക നിലവാരവും ഒക്കെ മെച്ചപ്പെടും. അവർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും കൂടുതൽ മെച്ചപ്പെട്ട തലങ്ങളിലോട്ടൊക്കെ കൊണ്ടുപോകാനും ഒക്കെ സാധിക്കും. ഇവിടെ നമുക്ക് തൊട്ടടുത്ത അയൽവാസി പോലും ആര് എന്നറിഞ്ഞൂടാത്ത ഒരു കാലമാണ് നമുക്കുള്ളത്. നമുക്കൊരു ആവശ്യങ്ങൾ വന്നാൽ പകച്ചു പോകുന്ന ഒരു കാലമാണുള്ളത്. എന്തെങ്കിലും ഒരു അബദ്ധങ്ങളൊക്കെ പറ്റി ജീവിതത്തിൽ പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയ തന്നെയാണ് വില്ലനാകുന്നത്. ഓൺലൈൻ ചീറ്റിങ്ങുകളിലൊക്കെ, ഓൺലൈൻ തട്ടിപ്പുകളിലൊക്കെ വിശ്വസിച്ച് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കാതെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസകൾ മുഴുവനും ഏതെങ്കിലും ഒരു വ്യാമോഹത്തിലൊക്കെ അടിമപ്പെട്ട് നമ്മൾ എടുക്കാത്ത ലോട്ടറിയുടെ സമ്മാനം നമുക്ക് അടിച്ചു എന്ന് വിശ്വസിച്ച്, അല്ലാതെ നമ്മുടെ അക്കൗണ്ട് ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുമെന്ന് വിശ്വസിച്ച്, അല്ലെങ്കിൽ നമുക്ക് ലോണ് കിട്ടും എന്ന് വിശ്വസിച്ച്, നമുക്ക് ട്രേഡിങ്ങിലൂടെ വീട്ടിലിരുന്ന് പൈസ സമ്പാദിക്കാമെന്ന് വിശ്വസിച്ച്, അങ്ങനെ പല തട്ടിപ്പുകൾക്ക് പലപ്പോഴും നമ്മൾ ഡിസ്കഷൻ ഒന്നും ചെയ്യാതെ, ഇതെല്ലാം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്ത് ഇനി അവർക്ക് കൂടെ ആ നേട്ടം കിട്ടണ്ട എന്ന് ആലോചിച്ചിട്ടാണോ, അതോ ഇനി ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നിട്ട് പറയാമെന്ന് ആലോചിച്ചിട്ടാണോ എന്തോ, ഇങ്ങനെയുള്ള കോളുകൾ വരുമ്പോഴൊന്നും നമ്മൾ കൂട്ടുകാരുമായിട്ടോ വീട്ടുകാരുമായിട്ടോ, എന്തിനേറെ സ്വന്തം ഭർത്താവുമായിട്ട് പോലും പല കുടുംബിനികളും, ആണുങ്ങളായാലും കുടുംബിനികളായാലും അവരൊന്നും ഡിസ്കസ് ചെയ്യാതെ അവരുടെ വളരെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പരാതികൾ പോലീസ് സ്റ്റേഷനിൽ ദിനംതോറും വരാറുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് പലപ്പോഴും ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ വരെ ആളുകൾ ചെയ്യാറുണ്ട്. നമ്മുടെ പാസ്വേഡുകളും മറ്റും പറഞ്ഞു കൊടുത്തിട്ട് പല അബദ്ധങ്ങളും, നമ്മുടെ കോണ്ടാക്ട്സുകൾ, നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോകൾ മോർഫ് ചെയ്ത്
അത് അശ്ലീല ചിത്രങ്ങളാക്കി മാറ്റി നമ്മളെ ഭീഷണിപ്പെടുത്തി പൈസ തേടുന്ന ഒരു സമ്പ്രദായം പല തട്ടിപ്പുകളും നടന്നു വരുന്നു. അപ്പോൾ ഇപ്പോൾ അത് സർവ്വസാധാരണമായ സ്ഥിതിക്ക് പുതിയ പുതിയ മേഖലകളിലോട്ടാണ് ഇപ്പോൾ എന്താ നമ്മളെ ഡിജിറ്റലി അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള രീതിയിലോട്ടൊക്കെ മാറി. നിങ്ങളുടെ പാഴ്സല് ഞങ്ങളിവിടെ ഡ്രഗുമായിട്ടുള്ള നിങ്ങളുടെ പേരിലുള്ള പാഴ്സല് നമ്മൾ പിടിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഡിജിറ്റലി അറസ്റ്റാണ്, ഇനി അവിടെ തന്നെ ഇരിക്കണം, ഞങ്ങളുടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളുമായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഇത്ര രൂപ തരണം എന്നൊക്കെ പറഞ്ഞ് പുതിയ രീതിയിലോട്ടുള്ള തട്ടിപ്പുകൾ എല്ലാം പുതിയ പുതിയ മേഖലകളിലോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങളായാലും പത്രത്തിലൂടെ വായിച്ച കാര്യങ്ങളായാലും അതൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്യാനും നമുക്ക് എപ്പോഴും ഇത് ഡെയിലി ഇതൊക്കെ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ പല അബദ്ധങ്ങളും പറ്റുന്നു. ഇതൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന അധ്യാപകർക്ക് വരെ പല അബദ്ധങ്ങളും പറ്റുന്നു. റിട്ടയർഡ് ചെയ്ത പല ഉന്നത ഉദ്യോഗസ്ഥർക്ക് വരെ ഇതൊക്കെ പറ്റുന്നു. അപ്പോൾ ഇത് ആർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, പക്ഷെ നമ്മുടെ ഒരു നിമിഷത്തെ ആ ഒരു നമ്മുടെ മനോദൗർബല്യം മറ്റേ എതിരാളി നമ്മളെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പല രീതിയിൽ നമ്മൾ കേട്ട കാര്യമായിരിക്കും, പക്ഷെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അത് വിശ്വസിച്ചു പോകുന്നു. അപ്പോൾ ഇതുപോലുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് റിഫ്രഷ് ചെയ്ത് നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെയുള്ള ഒരു കോള് വരുമ്പോൾ തന്നെ അത് തട്ടിപ്പാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു യുക്തി നമുക്ക് വളർത്തിയെടുക്കാൻ ഇതുപോലുള്ള സൗഹൃദ കൂട്ടായ്മകൾ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ ഈ ഒത്തൊരുമ എനിക്ക് വളരെ വളരെ അഭിനന്ദനീയമാണ്. ഇതൊക്കെ അനുകരണീയമാണ്. ഇങ്ങനെയൊക്കെ ഞങ്ങളും ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ഈ രീതിയിലൊക്കെ കൂട്ടുചേർന്ന് ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ എനിക്ക് ഒരു നല്ല സന്ദേശമാണ് നൽകിയത്. എന്തായാലും ഇത് നാൾക്കുനാൾ വളരട്ടെ, ഈ സൗഹൃദ കൂട്ടായ്മ നാൾക്കുനാൾ വളരട്ടെ. നിങ്ങൾ കൂടുതൽ കൂടുതൽ ആളുകളെ പരിചയപ്പെട്ട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുവർത്തിക്കാനും നിങ്ങളിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് പഠിക്കാനും അങ്ങനെ കേരളം തന്നെ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഒരുപാട് നമുക്ക് സന്ദേശങ്ങൾ തന്നു. അതിലുപരി നമ്മുടെ സൗഹൃദ കുടുംബത്തിന് ഒരുപാട് ആശംസകളും നൽകി. എന്തായാലും സാറിൻ്റെ ആ ഒരു സാന്നിധ്യം നമുക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ സൗഹൃദ കുടുംബത്തിലെ പിന്നെ ഒരു സംഭാവന നമ്മുടെ ഈ പൂന്തുറ അബ്ദുൽ ഹക്കീം, അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു. അദ്ദേഹം സാമൂഹിക മേഖലകളിൽ താഴെത്തട്ടിൽ നിൽക്കുന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് തിരഞ്ഞ് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ആളുകൾക്ക് എന്ത് ചെന്ന് പറഞ്ഞാലും അവരെക്കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചിട്ട് അദ്ദേഹം തന്നെ നേരിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ജനങ്ങൾ അനുഭവിക്കുന്ന ഉദാഹരണം നമ്മുടെ പാർവതി പുത്തനാർ, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ രണ്ട് പക്ഷവും ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനം എത്തി അതിൽ കൂടി എല്ലാവരെയും കൊണ്ടുപോകാനൊക്കെ സഹായിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ സൗഹൃദ കേരള കുടുംബം ആദരിക്കണം എന്നുള്ള ഒരു തീരുമാനം നമ്മൾ കമ്മിറ്റി എടുത്തു. ആ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയും നിങ്ങളെ എല്ലാം പരിചയപ്പെടുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അബ്ദുൽ ഹക്കീം അദ്ദേഹത്തെ ആദരവ് നൽകുന്നതിന് വേണ്ടിയിട്ടും ആദരവ് നൽകുന്നതിന് നമ്മുടെ ബഹുമാന്യനായ തിരുവല്ലം പ്രദീപ് സാർ അദ്ദേഹത്തെ തന്നെ ക്ഷണിക്കുകയാണ്. ഈ ആദരവ് ഏറ്റുവാങ്ങാൻ അബ്ദുൽ ഹക്കീമിനെയും ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് ബുദ്ധിമുട്ടി ഇവിടെ വന്നെങ്കിൽ തന്നെ ഞാൻ നേരത്തെ സാറിൻ്റെ ആ ഒരു നല്ല ഒരു എനർജി ആയിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മൾ അത് കാണണം എന്നുള്ളത് നേരത്തെ മനസ്സിൽ കണ്ടതുകൊണ്ടും അദ്ദേഹത്തിനും നമ്മുടെ സൗഹൃദ കേരള കുടുംബത്തിൻ്റെ പ്രധാനമായിട്ട് സാധാരണ എല്ലാ നിലയിലും നമ്മൾ 4-5 പേര് അങ്ങനെയല്ല, നമ്മുടെ സൗഹൃദ കുടുംബം ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും നിറസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് നമ്മുടെ സ്നേഹ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും 1 മിനിറ്റ് ഒന്ന് കസേര തിരിച്ചിട്ട് വന്ന് സഹകരിച്ചാൽ
നമുക്ക് അദ്ദേഹത്തിന് ആദരപൂർവ്വം നമുക്ക് ഇത് കൊടുക്കാം. എല്ലാവർക്കും സാറും എല്ലാവരും പുറകിലോട്ട് വന്നു. കോൺഗ്രസ് എന്നാണ് അതിന്റെ പേര്. പിന്നെ അതുപോലെ നമ്മുടെ അനീഫാക്കയുടെ പിന്നെ ഒരു അച്ചൂസ് പിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇപ്പോഴായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഗിഫ്റ്റ് ഈ കുടുംബങ്ങളെല്ലാം കൂടെ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവരുടെ പ്രോത്സാഹനവും പ്രാർത്ഥനയും ഇതിനു വേണ്ടി ഉണ്ടാകണം എന്നുകൂടെ പറയുകയാണ്. അപ്പോ അത് കൊടുക്കാൻ വേണ്ടി 2 കമ്പനി മുതലാളി വരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മുടെ ഗ്രാമത്തിന്റെ അത് സാറിന്റെ വണ്ടിയൊക്കെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ അബ്ദുൽ ഹക്കീം, അദ്ദേഹത്തെ ഈ സൗഹൃദ കുടുംബം വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നു. എന്തായാലും അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കുന്നതിനും സൗഹൃദ കുടുംബത്തിന് ആശംസ നൽകുന്നതിന് വേണ്ടി ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സൗഹൃദ കേരളം കുടുംബ സംഗമത്തിൻ്റെ എല്ലാ കമ്മിറ്റിയുടെ അംഗങ്ങൾക്കും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ റമദാൻ മുന്നൊരുക്കം പ്രോഗ്രാമിന് എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ പ്രോഗ്രാമിന് നമ്മുടെ പൂന്തുറ ആയിരുന്ന സമയത്ത് പ്രദീപ് സാർ എല്ലാം പങ്കെടുക്കുന്നതാണ്. എൻ്റെ എല്ലാ പ്രോഗ്രാമിനും ക്ഷണിക്കപ്പം സാറ് പറയും, ഒരു മഷൂറ തീരുമാനം പോലെ പല കാര്യങ്ങളും ഞാൻ തീരുമാനിക്കാൻ വേണ്ടി സ്റ്റേഷനിൽ പോകണം. അതുകൊണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് പറയും, ഹക്കീം സാഹിബ് സ്ഥിരമായിട്ട് വന്ന് ഇങ്ങനെ വന്ന് ഓരോ കാര്യങ്ങളും അപ്പോഴപ്പോൾ പ്രോഗ്രാം ചെയ്യുമ്പം എനിക്കൊരു അതിനൊരു അന്വേഷണം പോലെ അതിൻ്റെ ഒരു നിർദ്ദേശം പോലെ ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ പറയാറുണ്ട്, എന്താ വലിയ നേട്ടം കിട്ടുന്ന പോലെയാണ് ഹക്കീം സാഹിബ് ചുമ്മാ ഓരോ കാര്യം ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ എൻ്റെ എല്ലാ പ്രോഗ്രാമിനും വരികയും നാട്ടുകാർക്കും ആ പൂന്തുറ നിവാസികൾക്കും സ്ഥലത്ത് ആയിരുന്ന സമയത്ത് നാട്ടിന് ഉപകാരപ്രദമാകുന്ന ഇഷ്ടംപോലെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ കാഴ്ചവെച്ച പ്രദീപ് സാറിനെ ഞാൻ ഹാർദവുമായി ഈ ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരന്മാരും എല്ലാം പരിചയമുള്ള ആൾക്കാരാണ്. വെളിയിൽ നിന്ന് ആരും പറയാനില്ല, എല്ലാം വേണ്ടപ്പെട്ട ആൾക്കാരാണ്. എല്ലാവരെയും ഞാൻ ഈ സമയത്ത് സ്വാഗതം ചെയ്യാം. ഇന്ന് 2-3 പ്രോഗ്രാം എനിക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും പങ്കെടുത്തിട്ടാണ് വന്നത്. ഈ നാട് നമ്മളെ നാടാണ്. നമ്മളെ നാട്ടിൻ്റെ പ്രത്യേകതയും കൂട്ടായ്മയും
നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാനവ സൗഹാർദ്ദം, എല്ലാ മനുഷ്യരും സൗഹാർദ്ദ മേഖല ഉണ്ടായിരിക്കണം. എത്രയൊന്നേ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു. നിങ്ങളെ മാതാവും പിതാവും മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ബന്ധങ്ങൾ പുതുക്കുക, കുടുംബ ബന്ധങ്ങൾ പുതുക്കുക എന്നാ പറയുന്നത്. കുടുംബ വിഷയത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്, സാറ് എൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഒരു ലഹരി പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ സാറ് പ്രസംഗിച്ചിരുന്നു. പ്രദീപ് സാറ് ലഹരി എന്ന് പറയുമ്പോൾ മദ്യം ലഹരിയാണെന്ന് പറയാറുണ്ട്, മയക്കുമരുന്ന് ലഹരി എന്ന് പറയാറുണ്ട്. അതേമാതിരി മൊബൈലും ലഹരി എന്നാണ് പറയുന്നത്. കൂടുതലായിട്ട് എന്ത് ഉപയോഗിച്ചിരുന്നാലും എനിക്ക് നല്ല ഓർമ്മ വേണ്ട പറഞ്ഞതായിട്ട്, ഏത് ഉപയോഗിച്ചാലും കൂടുതലായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ചായ ആയിരുന്നാലും ആഹാരം ആയിരുന്നാലും, ഒരു മനുഷ്യൻ ആഹാരം ഓവറായിട്ട് കഴിച്ചാലും അത് ശരീരത്തിൽ കേടും അതും അപകടമൊന്നും. അതുപോലെ മൊബൈൽ ഉപയോഗിച്ചാൽ കൂടുതൽ ഉപയോഗിച്ചാൽ അത് ലഹരി എന്ന് പറഞ്ഞു. അതുപോലെ എല്ലാ കാര്യങ്ങളും കൂടുതൽ ഉപയോഗിച്ച് ലഹരി എന്നാണ് പറയുന്നത്. അതേമാതിരി നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനുള്ളത്, നമ്മളെ കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. ഈ വിഷയം പറയാൻ കാര്യം, ഇന്ന് നമ്മൾ പല വിവാഹ സദസ്സിൽ പങ്കെടുക്കാറുണ്ട്, മരണ വീടുകൾ സന്ദർശിക്കാറുണ്ട്, നമ്മൾ പല പരിപാടി പങ്കെടുക്കാറുണ്ട്. നമ്മൾ കാണുന്നത് എല്ലാവരും മൊബൈലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് സഹോദരങ്ങളെ മക്കളോ അല്ലെങ്കിൽ സഹോദരിയുടെ മക്കളോ അല്ലെങ്കിൽ നമ്മൾ അയൽവക്കക്കാരോ അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന പഠിപ്പിച്ച ബന്ധത്തിലുള്ള കൂട്ടുകാരോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. 24 മണിക്കൂർ ഈ മൊബൈലിനെടുത്ത് നോക്കി യൂട്യൂബും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അത് നോക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം അധികരിച്ചിരിക്കുകയാണ്. നമ്മൾ ബന്ധങ്ങൾ അറിഞ്ഞൂടാ. ഇപ്പോൾ നമ്മൾ തന്നെ പണ്ട് കാലങ്ങളിൽ വയസ്സായ ഒരാൾക്കാരും നമ്മുടെ പറയും, ഇത് നിന്റെ അച്ഛൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സഹോദരന്റെ മോന്റെ മോനാണ്, നിന്റെ ഇങ്ങനെ വരുന്ന നിന്റെ മാമിയുടെ മകനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ഇല്ല. ഇപ്പൊ അവർ മരണപ്പെട്ടു പോയി. കാലം ചെന്നപ്പം സഹോദരന്റെ മകൻ അറിഞ്ഞുകൂടാത്ത കാലഘട്ടം ഇരിക്കുന്നത്. ആ ഒരു കാലഘട്ടം വലിയ പ്രയാസകരമാണ്. പേരറിഞ്ഞൂടാ. ഞാനിപ്പോ വലിയൊരു സ്ഥാപനത്ത് ഒരു ഉടമയെ ഞാൻ കണ്ടിരുന്നു. അതിന്റെ ഓണർ, അദ്ദേഹത്തിന് ഞാൻ വലിയ ബന്ധുവാണ്. ട്രിവാൻഡ്രത്തുള്ള ഡോക്ടർ SK ഹരികുമാർ എന്ന് പറയും. അദ്ദേഹം വലിയ 2 തിയേറ്ററൊക്കെ ഉടമസ്ഥനാണ്. വലിയ ചുറ്റുപാടുള്ള, ഞാനും എൻ്റെ സ്വന്തം എൻ്റെ സഹോദരനെ പോലെ, അണ്ണനെ പോലെ, ഈ കാക്കയെ പോലെ കാണുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രയാസകരമായ ഒരു കാര്യം പറയുണ്ടായി. ഹക്കീം സാഹിബ്, എൻ്റെ സ്ഥാപനത്തിനകത്ത് 10,000 ആൾക്കാർ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് എൻ്റെ സ്ഥാപനത്തിനകത്ത്. എനിക്കൊരു വിഷമമെന്ന് പറയാൻ കാര്യം, എൻ്റെ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി കുട്ടികളെ വിവാഹം നടക്കുന്നുണ്ട്. ഒരു മനുഷ്യർ പോലെ ഈ സമയം വരെയും എൻ്റെ വന്ന് ഈ നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് എൻ്റെ മകൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നത്, കല്യാണം കഴിച്ച് കൊടുക്കുന്നത്. ആ പയ്യന്റെ പേര് വിനോദാണ്, അല്ലെങ്കിൽ ഷമീറാണ്, അല്ലെങ്കിൽ ജോസഫാണ്. ആ പുള്ളിയുടെ സ്വഭാവ രീതി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. നിങ്ങളെ കമ്പനി വർക്ക് ചെയ്യണമല്ലേ, എൻ്റെ മകൾക്ക് ഞാൻ നിക്കാഹ് കഴിച്ച് കൊടുക്കുകയാണ്, കല്യാണം കഴിച്ച് കൊടുക്കുകയാണ്, അതിനൊന്ന് തിരക്കിയ. ഇതുവരെയായിട്ട് ഒരു മനുഷ്യരും ആ സ്ഥാപനത്തിനപ്പായി തിരക്കിയില്ലെന്ന് പറഞ്ഞ് എൻ്റെ വിഷമകരമായി പറഞ്ഞു. നല്ലൊരു പോയിന്റാണ് അദ്ദേഹത്തിന് കേട്ടത്. ഈ കുടുംബ സംഗമത്തിലൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഒരു പ്രപ്പോസൽ എടുത്താൽ മകൾക്കായാലും മകനായിരുന്നാലും ഒരു ആലോചന എടുത്തിരുന്നാലും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ സന്ദർശിച്ച് ചോദിക്കണം. മക്കളെ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പം എൻ്റെ മോൺ വിംസ് ഏവിയേഷനിൽ പഠിക്കുക, ബാക്കറി ജംഗ്ഷനിലാണ് പഠിക്കുക. 300 വിദ്യാർത്ഥികളുള്ള കോഴ്സ് നടക്കുന്ന സ്ഥലമാണ്. 300 കുട്ടികളാണ്. 30 പേര് പഠിക്കുന്ന ബാച്ചിൽ ഒരു ഇത് വെച്ച് അവിടെ പേരൻസ് മീറ്റിംഗ്സ് ഓപ്പൺ ഡേ വെച്ചു. ഞാൻ അവിടെ പോയി. ഞാൻ പോയപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ എനിക്ക് പിന്നെ കൊച്ചിയിൽ എനിക്ക് പോകേണ്ട അത്യാവശ്യമായിരുന്നു. ഞാൻ അവിടെ ഒരു പ്ലോട്ട് എടുത്തു. അതിന്റെ കാര്യം അപ്പൊ ഈ മേഡം വിളിച്ച് പറഞ്ഞതിന്റെ പേര് ഞാൻ വരുമെന്ന് പറഞ്ഞ് മോനും പറഞ്ഞു. പക്ഷേ ആ മേഡം, അതിന്റെ MD, അതിന്റെ പ്രിൻസിപ്പാൾ, അവരെ വലിയ ഹാള് AC ഒക്കെ അറേഞ്ച് ചെയ്ത് അവർ വെയിറ്റ് ചെയ്യാണ്. ആര് വരുന്ന വെയിറ്റ് ചെയ്യുന്നത്? കുട്ടികളല്ല, കുട്ടികളെ പിതാവ് വരും, മാതാവ് വരും, വെയിറ്റ് ചെയ്യാണ് കുട്ടിയെ പറ്റി അറിയാമെന്ന്. പക്ഷെ ഒരു മനുഷ്യനും പോയിട്ടില്ല. ഒരാൾ മാത്രമേ പോയുള്ളൂ. അത് ഞാൻ മാത്രമേ പോയുള്ളൂ. അത് വലിയ സന്തോഷത്തിൽ പറഞ്ഞ്, ഹക്കീം സാഹിബ് ഇതുവരെയായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം, ആരും വന്നിട്ടില്ല. 300ഓളം ഉള്ളതിൽ 30ന്റെ ഒരു ബാച്ചിന്റെ ഓപ്പൺ ഡേ വെച്ചപ്പം കുട്ടികളെ പറ്റി അന്വേഷിക്കാൻ ആരും പോയില്ല. മാതാവോ പിതാവോ വിദേശത്താണെങ്കിൽ ബന്ധുക്കൾ വേണ്ടവിടെ പോകണ്ടായിരുന്നു, പോയില്ലാരും. വിഷമകരമായി പറഞ്ഞു. 2 ദിവസത്തെ സംഭവമാണ്. അപ്പൊ ഇതിന് മനസ്സിലാക്കാനുള്ളത്, നമ്മളെ ഏറ്റവും ഈ കുടുംബ സംഗമത്തിൽ എനിക്ക് നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ള ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ഒറ്റ പോയിന്റ് പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ വിട്ടാലും, നമ്മളെ മക്കളെ വിവാഹം കഴിച്ചു കൊടുത്താലും, നമ്മളൊരു സ്ഥാപനത്തിനകത്ത് ഒരു ജോലി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ വാഹനത്തിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവമാണ്. എന്റെ മരുമകൻ തന്നെ, വേറെ ആരുമില്ല.
ഒരു പ്ലോട്ട് വിറ്റ് പൈസ അത്രയും വിദേശത്ത് പോവാന്ന് പൈസ കൊടുത്ത് അത്രയും പോയി. വിദേശത്ത് ഇപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടാണ് പറയില്ലേ എന്നത്. ഞാൻ കാറിൽ വന്നുകൊണ്ടിരുന്നപ്പം എൻ്റെ മരുമകൾ വിളിച്ച് സംസാരിക്കും, മാമ ഇത് കൊടുത്ത പൈസ അത്രയും ആളെയും കാണാനില്ല, പൈസയും പോയി. ഒരാളായല്ല 5-6 പൈസ പോയി. ആരെ വാക്ക് കേട്ടു. വിശ്വാസയോഗ്യമായി സാറ് പറഞ്ഞ മാതിരി വിശ്വാസയോഗ്യമായ രീതിയിൽ പറഞ്ഞ് പറ്റിച്ചതാ. ഒരു വലിയൊരു പ്ലോട്ട് വിറ്റ പൈസ അത്രയും കൂടി പുള്ളി മുങ്ങി വിദേശത്ത് കൊണ്ട് പോവാന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ എന്ത് കാര്യം നിങ്ങളോട് എനിക്ക് നിർദ്ദേശം ഒരു ഈ ചെറിയ വേളയിൽ നിങ്ങളോട് എനിക്കൊരു ഉപദേശം ചെയ്യാവുള്ളത്, നമ്മുടെ മക്കൾ വിവാഹം കഴിച്ചു കൊടുത്താലും, നമുക്കൊരു ജോലിയുടെ വേക്കൻസി വന്നിരുന്നാലും, വിദേശത്ത് വന്നിരുന്നാലും, അല്ല നമ്മളൊരു ഏത് കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ വളരെ ആലോചിച്ച് 10 പേരെ ചോദിച്ച് അത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ് മഷൂറ തീരുമാനം ഇല്ലാതെ ഒരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എടുത്തുകൊണ്ട് ചെയ്യണം. എന്തായാലും ഈ സംഗമത്തിന്റെ എല്ലാ മംഗളാശംസ നേരുകയാണ്. വന്ന അതിഥികളായി വന്ന എൻ്റെ തിരുവല്ലം CA പ്രദീപ് സാറിനും അതിന്റെ സംഘാടക ഹനീഫ സാഹിബ്, റാഫി സാഹിബ്, മറ്റുള്ള നിഹാ സാഹിബ്, മനോജ്, അതുപോലെ ബിന്ദു, മാജിദ ബീഗം, എല്ലാവർക്കും എന്നോടൊപ്പം എൻ്റെ ഈ ശബ്ദം ശ്രമിച്ച എല്ലാവർക്കും ഒറ്റ വിശ്വാസത്തിൽ നന്ദി വാക്ക് പറയുന്നു. എല്ലാം നന്നവരട്ടെ. അടുത്ത വർഷം ഇതിൽ നല്ല നിലയിൽ തന്നെ ഈ പരിപാടി നല്ല ഗംഭീരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വയ്ക്കുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പരിപാടികളാണ് നമ്മൾ തിരൂരിൽ നടത്തി. അതുപോലെ ഇപ്പോൾ ഈ പ്രോഗ്രാം സാറിന് പോകണം. അതുകൊണ്ട് ഇത് നമ്മുടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട നഹാസിന് ഒരു ഉപകാരം സാറ് പ്രദീപ് സാർ നൽകുകയാണ്. സാറിനെ ക്ഷണിക്കുന്നു വാങ്ങുവാൻ നഹാസിനെ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അതുപോലെ തന്നെ നമ്മുടെ കന്യാകുളങ്ങര ഷിജു ഈ ഗ്രൂപ്പിന്റെ ഒരു നെടുന്തൂണാണ്. പ്രിയപ്പെട്ട ഷിജുവും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന പ്രാപ്തിയുള്ള കഴിവുള്ള പ്രിയപ്പെട്ട ഷിജുവിനും ഒരു ഉപകാരം സാർ നൽകുകയാണ്. താങ്ക് യു. അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് അതുപോലെ സ്റ്റേറ്റ് ലെവലിലും ഒക്കെ തന്നെ മലപ്പുറം നൂർ ലൈക്കിൽ അതിമനോഹരമായ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്ത പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ, ഈ കമ്മിറ്റിയുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രിയങ്കരനായ ഉപാധ്യക്ഷൻ കൂടിയായ നമ്മുടെ ഹനീഫ, ഒരുപാട് നല്ല മെസ്സേജുകളാണ് ഈ പ്രോഗ്രാമിലൂടെയൊക്കെ കൊടുക്കുന്നത്. സാർ നമ്മുടെ ഘട്ടത്തിലപ്പുറം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ മേഖലയിലേക്ക് ഈ വാട്സപ്പ് കൂട്ടായ്മ കൊണ്ട് നടക്കുകയാണ്. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരെയൊക്കെ കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അവരുടെ കരയുന്നവരുടെ കണ്ണീരൊപ്പുന്ന ഒരു കൈലേസായിട്ടാണ് ഈ സംഘടന നിൽക്കുന്നത്. ഹനീഫ അത് വിട്ടുപോയതാണ്. അപ്പോൾ ആ പരിപാടിക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, ഈ സംഘടനയുടെ ഉപാധ്യക്ഷൻ കൂടിയായ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ ഹനീഫയെ സാറ് ഉപകാരം നൽകി സ്വീകരിക്കുന്നു. താങ്ക് യു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കൊച്ചു കാര്യം സാറിന് തിരക്കുണ്ട്. പിന്നെ നമ്മുടെ ഈ സൗഹൃദ കേരള കുടുംബം ഒരു വിശാലമായ കുടുംബം. ഇതിനകത്ത് ഒരുപാട് ഗായകരും അതുപോലെ തന്നെ കലാപരമായിട്ട് ഡാൻസ് ആയാലും പിന്നെ വേദികളിൽ പ്രോഗ്രാം വേദികളിലൊക്കെ ഉള്ള ആളുകൾ ഇതിനകത്തുണ്ട്. അതിലെ നമ്മുടെ സമീർ, അതുപോലെ തന്നെ നമ്മുടെ ഗായകനൊക്കെ പുറത്തിരിപ്പുണ്ട്, മാഹിൻ, നമ്മുടെ റാഫി, പിന്നെ നമ്മുടെ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നടക്കുന്ന ഈ കൊച്ചു പരിപാടിക്ക്, അതെ രവീന്ദ്രൻ, നമ്മൾ ഈ കൊച്ചു പരിപാടിക്ക് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഗായകരെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതിലുപരി നമ്മുടെ ഈ പരിപാടി സംസ്ഥാനത്തുള്ള നമ്മുടെ മുഴുവൻ ഈ സൗഹൃദ കുടുംബത്തിനകത്തുള്ള നമ്മളെ ഗായകരെ ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുക. അതായത് നമ്മുടെ ഈ സൗഹൃദ കേരള കുടുംബം ഒന്നാമത്തെ സ്റ്റാർട്ടിംഗ് ആണ് തിരുവനന്തപുരം ജില്ല. സംസ്ഥാനത്തിന്റെ ഒന്നാമത്തെ ജില്ലയായ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുന്ന ഈ ചൈത്രയാത്ര അതങ്ങ് നമ്മളെ തൃശ്ശൂർ സമാപിക്കുമ്പോൾ ആ സമാപന സ്ഥലത്ത് ഇവിടെ നിന്ന് തുടങ്ങുന്ന ഈ ഒരു ട്രോഫി അല്ലെങ്കിൽ ഈ ഒരു പ്രോത്സാഹന ഞങ്ങൾ കൊടുക്കുന്നത് ഇവിടെ നിന്നുള്ള ഗായകരായിട്ടുള്ള സംഘാടകരായിട്ടുള്ളവരുടെ സാന്നിധ്യത്തിൽ കൊടുക്കുന്നത് നാളെ അവിടെ സംസ്ഥാനത്ത് നടക്കുന്ന പരിപാടിയിൽ അവർക്ക് കൂടി സമർപ്പിക്കുന്ന രീതിയിലാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമ്മുടെ പ്രദീപ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അത് ഏറ്റുവാങ്ങുന്നതിന് നമ്മുടെ ഗായകരായിട്ടുള്ള ഇവിടുത്തെ കുടുംബത്തെ ഞാൻ ക്ഷണിക്കുക. അല്ലവി വന്നോ വന്നോ വന്നോ. സമീറ ഓക്കെ. അപ്പം നമ്മുടെ ഈ പരിപാടി വലിയൊരു വിജയമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് ഇത്തിരി തിരക്ക് കാരണം നമുക്കറിയാം. അദ്ദേഹത്തിന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത് നമ്മൾ അനുവദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി തുടരുന്നതാണ്.